കൊച്ചഫ്സൽ ചിറ്റിലപ്പള്ളി ഈ വ്യവസായിയെക്കുറിച്ച് നല്ലതേ പറയാനുണ്ടായിരുന്നു ഒരു സമയത്ത്. സഹായമനസ്കൻ, മരണവുമായി മല്ലടിച്ചയാൾക്ക് തന്റെ ശരീരഭാഗം പോലും മുറിച്ചു നൽകി കനിവ് കാട്ടിയവൻ. എന്നാൽ തന്റെ ഉടമസ്ഥതയിലുള്ള വീഗാലാൻഡിൽ നിന്ന് ഗുരുതരമായി പരിക്കേറ്റ വിജേഷിനോട് ഈ പറഞ്ഞ കാരുണ്യമൊന്നും അദ്ദേഹം കാട്ടിയില്ല. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന വിജേഷിന് 50,000 രൂപ നൽകി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നപ്പോൾ ജീവിക്കാൻ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ പോരെ എന്നായിരുന്നു പ്രതീക്ഷ പറ്റിയ ചെറുപ്പക്കാരനോട് മുതലാളിയുടെ ചോദ്യം. എന്നാൽ ഒരു വിജേഷ് വിജയന്റെ പരാതി മാത്രമേ കോടതി അറിഞ്ഞിട്ടുള്ളൂ. അവിടെ മുൻപ് വിജേഷിന് സംഭവിച്ച പോലെ ഒരു അപകടം നടന്നിരുന്നു. ഓർക്കുന്നുണ്ടോ ചിറ്റിലപ്പള്ളി താങ്കൾ? അവനെ പൂളിൽ ആവശ്യത്തിന് വെള്ളം നിറയ്ക്കാതിരുന്നതിനാൽ അതിലേക്ക് എടുത്തുചാടി നട്ടല് തകർന്ന് ശരീരം തകർന്നു പോയ ഒരു ചെറുപ്പക്കാരനുണ്ട്. വേങ്ങര ഊരകം പുള്ളിക്കല്ല് കൊടകാട് വിനോദ്. അവനെ ഒടുവിൽ വശത്താക്കി 1 ലക്ഷം രൂപ മാത്രം കൊടുത്ത് പരാതിയില്ല എന്ന് എഴുതി വാങ്ങി തലവേദനയിൽ നിന്നും ഒഴിവാക്കിയില്ലേ നിങ്ങൾ? വിനോദ് ഇന്ന് എങ്ങനെ ജീവിക്കുന്നുവെന്ന് കാരുണ്യ പ്രവർത്തനം നടത്തി നാട് നന്നാക്കാൻ ഇറങ്ങിയ താങ്കൾക്കറിയാമോ? അതിന് എവിടെ സമയം? സ്വന്തം സ്ഥാപനത്തിലുണ്ടായ അപകടത്തിൽപ്പെട്ട് കിടപ്പിലായ ആ ചെറുപ്പക്കാരന് സഹായം ചെയ്താൽ വാർത്ത കൊടുക്കാൻ കഴിയില്ലല്ലോ. എങ്ങനെ അപകടമുണ്ടായി എന്ന് പത്രക്കാർ ചോദിച്ചാൽ അന്ന് വീഗാലാൻഡ് എന്ന് പേരുള്ള ഇന്നത്തെ വണ്ടർലാക്ക് പേരുദോഷമുണ്ടാകില്ലേ? അതിനാലാവും ആ ചെറുപ്പക്കാരനെ താങ്കൾ ബുദ്ധിപൂർവ്വം ഒഴിവാക്കിയത്. ആരൊഴിവാക്കിയാലും ആരവനെ മറന്നാലും ഞങ്ങൾക്കവനെ മറക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറുനാടൻ TV ആ ചെറുപ്പക്കാരന്റെ ജീവിതം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. മലപ്പുറത്ത് ഭാര്യയുമൊത്ത് ജീവിക്കുന്ന വിനോദിന്റെ ദുരിതപൂർണമായ അവസ്ഥ നിങ്ങൾ ഓരോരുത്തരും അറിയണം, ഹൃദയം തുറന്നു. അരയ്ക്കു കീഴെ തളർന്നതിനാൽ വീൽചെയറിൽ കഴിഞ്ഞുകൂടുകയാണ് വിനോദ് ഇന്ന്. 2006 വിഷുവിന് താൻ ജോലി ചെയ്യുന്ന മലപ്പുറത്തെ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും വീഗാലാൻഡിലേക്ക് ഒരു വിനോദയാത്ര പോകാമെന്ന് തീരുമാനിച്ചു. ഷോപ്പിലെ സെയിൽസ് വാഹനത്തിലെ ഡ്രൈവറായിരുന്നു വിനോദ്. അങ്ങനെ ഏപ്രിൽ 16-ന് തങ്ങൾ എല്ലാവരും കൊച്ചിയിലെ വീഗാലാൻഡിലെത്തി, അതായത് ഇന്നത്തെ വണ്ടർലായിൽ. പല റൈഡുകളിലും കയറി ഇറങ്ങി ഒടുവിൽ പൂളുകളുള്ള ഭാഗത്തെത്തി. പിന്നീട് സംഭവിച്ചതൊക്കെ ഓർക്കുമ്പോൾ വിനോദിന് ഇന്നും മരവിപ്പാണ്. അങ്ങനെ വീഗാലാൻഡ് പോയി അവിടെ റൈഡിലൊക്കെ കയറി ഒരു പൂളിലേക്ക് ഇതേപോലെ ഞാൻ പോയിട്ട് ഡൈവ് ചെയ്തതാണ്. അപ്പോൾ അതിൽ വേണ്ടത്ര വെള്ളം കുറവായിരുന്നു. അപ്പോൾ ബാക്ക് ഭാഗം ഇങ്ങനെ ഡൈവ് ചെയ്ത സമയത്ത് തറയിൽ പോയിട്ടിടിച്ചപ്പോൾ ശരീരം മൊത്തം തളർന്നു. അപ്പോൾ അവിടുന്ന് കൂട്ടുകാരും അവിടെ പൂളിലുള്ള മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ എടുത്തിട്ട് അവരെ ചെറിയൊരു ക്ലിനിക്കുണ്ട്, ആ ക്ലിനിക്കിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് ഡോക്ടർ നോക്കിയിട്ട് കാല് പൊക്കാനൊക്കെ പറഞ്ഞു. പൊക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് കാല് പൊക്കാനൊന്നും കഴിയണില്ല. അപ്പോൾ അവർ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു. അവർ നേരെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റി തന്നെ അവിടുന്ന്. ഉടൻ തന്നെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നടത്തിയ പരിശോധനയിലാണ് നട്ടല് ഒടിഞ്ഞുപോയി എന്നറിയുന്നത്. 3 ദിവസം അവിടെ കിടത്തിയ ശേഷം തന്നെ അമൃതയിലേക്ക് മാറ്റിയെന്ന് വിനോദ് പറയുന്നു. അവിടെയും ചികിത്സയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ശരീരം മുഴുവൻ അനങ്ങാനാകാതെ കിടപ്പിൽ തന്നെയായിരുന്നു. അമൃതയിൽ കിടന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നടന്ന ഫിസിയോതെറാപ്പി ചികിത്സയിലൂടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാനായെന്ന് വിനോദ് പറയുന്നു. അവിടുന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വന്ന സമയത്ത് നമുക്ക് ശരിക്ക് കൈ പൊക്കാനോ ഇതിനൊന്നും സാധിക്കാത്ത കണ്ടീഷനായിരുന്നു. അരയ്ക്ക് താഴെ അതേപോലെ ഒന്നും അറിയില്ല, ചലനശേഷിയില്ല. അതേപോലെ നമുക്ക് തൊട്ടാലോ വേദനയോ കാര്യങ്ങളൊന്നുമില്ല, താഴേക്കൊന്നും അറിയൊന്നുമില്ല. പിന്നെ 2 വർഷത്തോളം ഫിസിയോ ഡോക്ടർ വന്ന് ചെയ്തു വീട്ടിൽ വന്നിട്ട്. അങ്ങനെ ചെയ്ത് പിന്നെ കുറേശ്ശെ ഇങ്ങനെ നമുക്ക് ഫിസിയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറേശ്ശെ മാറ്റങ്ങൾ സംഭവിച്ചു. പിന്നെ ഫിസിയോ ചെയ്യാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. 3 ദിവസം മെഡിക്കൽ ട്രസ്റ്റിൽ കിടന്ന ചെലവ് മാത്രമേ വീഗാലാൻഡുകാർ വഹിച്ചുള്ളൂ. പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് മാനേജ്മെന്റിനെ സമീപിച്ചപ്പോൾ കേസിന് പൊയ്ക്കോളൂ, നഷ്ടപരിഹാരമൊന്നും തരാൻ കഴിയില്ല എന്നും അറിയിച്ചു. ചികിത്സയ്ക്ക് തന്നെ ലക്ഷങ്ങൾ ചെലവായ സാഹചര്യത്തിൽ കേസ് നടത്താനുള്ള ശേഷി കുടുംബത്തിനുണ്ടായിരുന്നില്ല. 15 ലക്ഷം രൂപ മുകളിലൊക്കെ വന്നിട്ടുണ്ടാവും. അന്ന് തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കാരണം കൊണ്ട് കറക്റ്റ് എന്താ അറിഞ്ഞൂടെ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ ഫിസിയോ ഒന്നും ചെയ്യുന്നില്ല. വൈഫ് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വല്ല ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കും. 1 ലക്ഷം കിട്ടുമ്പോൾ 7 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നു അന്ന് വിനോദിന്.
കിട്ടുന്നത് കിട്ടട്ടെ എന്ന് കരുതിയാണ് ആ തുക വാങ്ങിയത്. എന്നാൽ വീണ്ടും ചികിത്സയ്ക്കും മറ്റും പോകാൻ പണമില്ലാതായതോടെ ചിറ്റിലപ്പള്ളിയെ സമീപിച്ച് സഹായം അഭ്യർത്ഥിക്കാൻ ശ്രമിച്ചു. അതിനായി നിരവധി തവണ ലെറ്ററുകൾ അയച്ചു. നിരന്തര ശ്രമത്തിനൊടുവിൽ അദ്ദേഹത്തെ ഒരു ദിവസം ഫോണിൽ കിട്ടി. പ്രശ്നങ്ങളെല്ലാം അറിയിച്ചു. എന്നാൽ വീഗാലാൻഡ് തന്റെ മകന്റെ പേരിലാണെന്നും തനിക്ക് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞ് നിർദാക്ഷിണ്യം ചിറ്റിലപ്പള്ളി കൈയൊഴിഞ്ഞു. പിന്നീട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്തകൾ വന്നപ്പോൾ സഹായം തേടി വീണ്ടും അദ്ദേഹത്തെ സമീപിച്ചെന്നും വിനോദ് പറഞ്ഞു. 13 വർഷമായി കിടക്കയിലും വീൽചെയറിലുമായി തള്ളി നിൽക്കുകയാണ് വിനോദ്. ബിജേഷിന്റെ കേസിൽ കക്ഷി ചേരാൻ വിളിച്ചപ്പോൾ കേസ് നടത്താൻ പണമില്ലാത്തതിനാൽ പോകാനും കഴിഞ്ഞില്ല വിനോദിന്. സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ചികിത്സയും മറ്റ് ചെലവുകളും ഇന്ന് നടന്നു പോകുന്നത്. ഭാര്യ ഷിജിത വീട്ടിലിരുന്ന് ഡേറ്റ എൻട്രി ജോലിയും ചെയ്യുന്നുണ്ട്. പുറത്ത് ജോലിക്ക് പോകണമെന്നുണ്ട് അവർക്ക്. പക്ഷേ വിനോദിന്റെ അടുത്ത് എപ്പോഴും ഒരാൾ വേണം. അതിനാൽ തന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയാണവർ. ഏറെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിനോദ് ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഈ നിമിഷത്തിൽ ചിറ്റിലപ്പള്ളിയെ ഓർമ്മപ്പെടുത്താൻ ഇത്രയുള്ളൂ. ഒരു കുടുംബത്തിന് താങ്ങും തണലുമാകേണ്ടിയിരുന്ന ഒരു ജീവിതമാണ് ഇന്ന് വീൽചെയറിൽ തള്ളി നീക്കുന്നത്. അവന് അർഹതപ്പെട്ട നഷ്ടപരിഹാര തുക നൽകാൻ ഇനിയും എന്തിന് താങ്കൾ മടിക്കുന്നു? അതല്ല, കേസിന് പോകാനുള്ള ആൾബലമോ കാശോ ഇല്ലാത്തതിനാൽ നിങ്ങളെപ്പോലുള്ള വമ്പന്മാരോടൊന്നും ഏറ്റുമുട്ടാൻ വരില്ല എന്ന ഹുങ്കാണോ?